ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുപ്പിക്കുള്ളിലെ അധോലോകം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് FECയുടെ ഫസ്റ്റ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട വീഡിയോ എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എനർജി ബാൻഡ്സിനെ വെച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്, അതുപോലെ തന്നെ വാലൻസ് ബാൻഡും ഉണ്ട്. വാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്. ഇതിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പിനെയാണ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, അതുപോലെ ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സിന് ഈ എനർജി ഗ്യാപ്പ് ഉണ്ടാവില്ല. അതായത് കണ്ടക്ടേഴ്സിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇവിടെ എനർജി ഗ്യാപ്പ് ഉണ്ടാവുന്നില്ല. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് ഫോർ കണ്ടക്ടേഴ്സ്. പിന്നെ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അത് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. ചിലതിൽ 5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് ചില ടെസ്റ്റിൽ എഴുതിയിട്ടുണ്ടാവും. അത് 3 മുതൽ 10 വരെ വേരി ചെയ്യാം. ഏതെങ്കിലും ഒരു റേഞ്ചിലായിരിക്കും. അതിൻ്റെ ഡിപ്പെൻസ് ഓൺ ദ മെറ്റീരിയൽ അത് മാറും. പിന്നെ ഇത് സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ. ഇനി എനർജി ബാൻഡ് ഗ്യാപ്പ് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആവുന്ന കണ്ടീഷൻ വരുമ്പോൾ അത് എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ്. പിന്നെ നമുക്കറിയാം ഇനി ഇതിൽ സെമി കണ്ടക്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് എനർജി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ എനർജിയുടെ ഈ ബാൻഡ് ഗ്യാപ്പ് ഓവർകം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെമി കണ്ടക്ടേഴ്സിന് കണ്ടക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ സെമി കണ്ടക്ടർ അതിൻ്റെ പ്യുവർ സ്റ്റേറ്റിലിരിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഇനി അതിലേക്ക് കുറച്ച് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. ഡോപ്പിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റി ടു ഇൻക്രീസ് കണ്ടക്ടിവിറ്റി. ഡോപ്പിങ്ങിന്റെ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ ചോദിക്കാം. ഡോപ്പിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റി. To increase the conductivity of material. അതായത് ഡോപ്പ് ചെയ്യുമ്പോൾ അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫ്രീ ചാർജ് ഏരിയസിന് മൂവ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണം. അതാണ് കൺസെപ്റ്റ്. പിന്നെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ അതിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രിൻസിക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് എൻ ടൈപ്പും പി ടൈപ്പും. അതായത് എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പെൻഡവാലന്റ് ഇമ്പ്യൂരിറ്റീസ്, അതായത് 15th ഗ്രൂപ്പ് എലമെന്റ്സിനെ ഡോപ്പ് ചെയ്യുമ്പോൾ ചെയ്യുന്ന എൻ ടൈപ്പാണ്. പിന്നെ പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ 13th ഗ്രൂപ്പ്, അതായത് ബോറോൺ, അലുമിനിയം, ഗാലിയം ഗ്രൂപ്പിനെ ഡോപ്പ് ചെയ്യുമ്പോൾ. ഇത് ട്രൈവാലന്റ്, ഇത് പെൻഡവാലന്റ്. ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ്. പിന്നെ സിലിക്കണും ജെർമേനിയനും ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്, സിലിക്കൺ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതുപോലെ ജെർമേനിയത്തിന് വരുന്നത് 0.67 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഈ എൻ ടൈപ്പിൽ എന്ന് പറയുന്നത് 5 വാലൻസ് ഇലക്ട്രോൺ ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇമ്പ്യൂരിറ്റീനെ ഡോണർ ആറ്റം എന്ന് വിളിക്കുന്നുണ്ട്. സോ ദിസ് ഇമ്പ്യൂരിറ്റി ക്യാൻ ബി കോൾഡ് ഡോണർ ആറ്റംസ്. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്നത് ആന്റിമണി, ആർസെനിക്, ഫോസ്ഫറസ് അങ്ങനത്തെ എലമെന്റ്സ് ആണ്. അതായത് വാലൻസ് 5 ഇലക്ട്രോൺസ് ഉള്ളത്. പിന്നെ ഇതിൽ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഇതിലെ മേജർ ചാർജ് ഏരിയസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. മൈനർ ചാർജ് ഏരിയസ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അതുപോലെ പി ടൈപ്പിൽ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ബോറോൺ, അലുമിനിയം, ഗാലിയം തുടങ്ങിയ എലമെന്റ്സ് ആണ് അതിന് ഇമ്പ്യൂരിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നത്.
പിന്നെ എന്താ ഇതിൽ മേജോറിറ്റി ചാർജ് ഏരിയസ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്, മൈനോറിറ്റി ചാർജ് ഏരിയസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഈ കാര്യം എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇമ്പ്യൂരിറ്റീസ് വിത്ത് 3 വാലൻസ് ഇലക്ട്രോൺ ആർ കാൾഡ് അക്സെപ്റ്റർ ആറ്റംസ്. ഇതിനെ നമ്മൾ അക്സെപ്റ്റർ ആറ്റംസ് എന്ന് പറയുന്നു, ഇതിനെ നമ്മൾ ഡോണർ ആറ്റംസ് എന്ന് പറയുന്നു. പിന്നെ ഹോൾസിന് പോസിറ്റീവ് ചാർജ് ആണ്, അതുപോലെ ഇലക്ട്രോൺസിന് നമുക്കറിയാം നെഗറ്റീവ് ചാർജ് ആണ്. പിന്നെ ഉള്ളത് ഈ ഫിഗർ വരയ്ക്കുമ്പോൾ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡിൻ്റെയും ഈ വാലൻസ് ബാൻഡിന് ക്ലോസ് ആയിട്ടായിരിക്കും ഇവിടുത്തെ അക്സെപ്റ്റർ എനർജി ലെവൽ വരുന്നത്. എൻ ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്തായിരിക്കും അക്സെപ്റ്റർ എനർജി ലെവൽ എന്ന് പറയുന്നത്. പി ടൈപ്പിലാണെങ്കിൽ വാലൻസ് ബാൻഡിന്റെ അടുത്തായിരിക്കും, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്തായിരിക്കും. ഞാൻ വരച്ചപ്പോൾ കുറച്ച് അടുത്തായി പോയി, നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇതൊന്നും അങ്ങനെ അധികം മാർക്കിന് ചോദിച്ചില്ലെങ്കിൽ നമുക്ക് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്നൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്താണെന്ന് പറയാം. പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ടൈപ്പും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു ഡയോഡാണ്. അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ഒരു ഫോർവേഡ് ബയസ്ഡ് ആയിട്ടുള്ള പി എൻ ജംഗ്ഷനാണ്. ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് പി എൻ ജംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. പി ടൈപ്പും എൻ ടൈപ്പും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡയോഡാണ്. അപ്പോൾ അതായത് പി ടൈപ്പിൽ എന്ന് പറയുന്നത് ഹോൾസ് ആണ് ഉണ്ടാവുക, എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് ഉണ്ടാവുക എന്നറിയാം. ഇവിടെ ചെറുതായിട്ട് ചെറിയ എമൗണ്ടിൽ എൻ ടൈപ്പിൽ ഹോൾസും ചെറിയ എമൗണ്ടിൽ പി ടൈപ്പിൽ ഇലക്ട്രോൺസും ഉണ്ടാവും മൈനോറിറ്റി ആയിട്ട്. ഇനി ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു ഫ്ലോ നടക്കും. അതായത് ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഹോൾസും നെഗറ്റീവ് ഇലക്ട്രോൺസും കൂടെ കമ്പൈൻ ചെയ്യും. അപ്പോൾ അങ്ങനെ അവർ കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ഒരു റീജിയൻ ഉണ്ടാവും. ആ റീജിയനെ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. ഇവിടെയാണ് അയോൺസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുക. ഈ ചാർജുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് അയോൺസ് ആയിട്ട് മാറും. അത് അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന റീജിയനാണ് ഈ റീജിയൻ. ഈ റീജിയനാണ് നമ്മൾ പറയുന്നത് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഈ ഡിപ്ലീഷൻ റീജിയനിൽ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് ഈ ജംഗ്ഷനിൽ. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് റിവേഴ്സ് ബയസ്ഡ് എന്താണെന്ന് നോക്കാം. റിവേഴ്സ് ബയസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനല് ഈ സൈഡിലോട്ടും നെഗറ്റീവ് ടെർമിനല് എൻ സൈഡിലോട്ടും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറഞ്ഞു വരും. കാരണം എന്താ, ഇത് പോസിറ്റീവ് ആണ്, ഈ നമ്മുടെ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പോസിറ്റീവും കൂടെ ഇങ്ങോട്ടൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഹോൾസ് എല്ലാം കൂടെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറഞ്ഞു. അതുപോലെ ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോണിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ബാരിയർ, അതായത് ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറഞ്ഞു. അപ്പോൾ ഫോർവേഡ് ബയസ്ഡിൽ അതുകൊണ്ടാണ് ഈ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറയുന്നത്. പിന്നെ ഇത് as the applied bias increases, the depletion region will continue to decrease in the width until a flood of electrons can pass through the junction, resulting in an exponential increase in current. ഇതിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് എക്സ്പോണൻഷ്യലി ആയിട്ടാണ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഇതേപോലെ തന്നെയാണ് ഇതിന്റെ റിവേഴ്സ് ബയസ് വരുന്നത്. ജസ്റ്റ് ഇത്ര മാത്രമേ മാറ്റമുള്ളൂ. പി എൻ ജംഗ്ഷൻ വരയ്ക്കുക, ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയന്റെ സ്പേസ്. ഓക്കെ, ഇനി ഇവിടെ സെല്ല് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് പിയും ഇത് എന്നും അല്ലേ. ഈ പി ടൈപ്പിനെ നെഗറ്റീവ് ടെർമിനലിലേക്കും എൻ ടൈപ്പിനെ പോസിറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യുക. ഇതിനെയാണ് റിവേഴ്സ് ബയസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫോർവേഡ് ബയസ്ഡ്. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്ലീഷൻ റീജിയനിലെ വിഡ്ത്ത് കൂടുതലായിരിക്കും. കാരണം എന്തുകൊണ്ടാ? കാരണം ഇവിടെ നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഹോൾസിനെ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ വിഡ്ത്ത് കൂടി, അപ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടി. അപ്പോൾ ഇവിടെ എന്താണ്, ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടുതലാവും. ഏതിൽ? റിവേഴ്സ് ബയസ്ഡ് കേസിൽ. അത് കാണാപാഠം പഠിക്കേണ്ട, ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അത് എങ്ങനെയാണ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നതെന്ന്. പിന്നെ
ഇവിടെ ഈ കറണ്ട് ദാറ്റ് എക്സിസ്റ്റ് ഇൻ റിവേഴ്സ് ബയസ് കണ്ടീഷൻ ഡ്യൂ ടു മൈനോറിറ്റി ഏരിയസ് കാൾഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ മൈനോറിറ്റി ചാർജ് ഏരിയസ് കാരണം ഉണ്ടാവുന്ന ഒരു കറണ്ടാണ്. ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ, ഇങ്ങനെ ഈ ഡിപ്ലീഷൻ റീജിയറിന്റെ വിഡ്ത്ത് കൂടി വരുംതോറും അപ്പോൾ അവിടെ ഒരു ബാരിയറിന്റെ അളവും കൂടി വരുന്നുണ്ട്. അതായത് ആ ബാരിയർ പൊട്ടൻഷ്യൽ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ചാർജ് ഏരിയസിനെ അത് ഓവർകം ചെയ്യാൻ കുറച്ചും കൂടെ പാടായിരിക്കും മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന്റെ ഫ്ലോ ഓഫ് മെജോറിറ്റി ഏരിയസ് കുറവായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ VA ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. VA ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഒരു H ആക്സിസ്, ഒരു Y ആക്സിസ്. നമ്മൾ H ആക്സിസിൽ വോൾട്ടേജ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്. Y ആക്സിസിൽ നമ്മൾ കറണ്ട് ആണ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, കറണ്ട്, വോൾട്ടേജ്. ഈ വോൾട്ടേജിനെ ഇവിടെ ഈ പോയിന്റിലെ വോൾട്ടേജിനെ നമ്മൾ പറയുന്നത് നീ വോൾട്ടേജ് അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയും. ഈ പോയിന്റിലെ വോൾട്ടേജിനെ നമ്മൾ പറയുന്നതാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെങ്കിൽ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയും. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇതാണ് VA ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ. ഓക്കെ, VA ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ. ഇവിടെ വെച്ചിട്ടാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെനർ ബ്രേക്ക് ഡൗണും അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് സെനറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സെനർ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെനർ ഡയോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് സെനർ ഡയോഡിനെ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Zener diodes are special type of diodes which are designed to operate in the breakdown region. ഇതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സെനർ ഡയോഡ് എന്ന് പറയുന്നത്. സെനർ ഡയോഡ് ഒരു ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള PN ജംഗ്ഷൻ ഡയോഡാണ്. അതിന്റെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഹെവിലി ഡോപ്ഡ് ആണെങ്കിൽ അതിന്റെ ഡിപ്ലീഷൻ റീജിയൻ വളരെ കുറവായിരിക്കുമല്ലോ. When the reverse voltage across it is increased, the electric field across the junction become very high. റിവേഴ്സ് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കൂടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെനർ ബ്രേക്ക് ഡൗൺ ആണ്. സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്താ ഈ ഡിപ്ലീഷൻ റീജിയൻ വളരെ തിന്നാണ്. റിവേഴ്സ് വോൾട്ടേജ് കൂട്ടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് കൂടി വരും. അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ ഈ ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൂടി എത്തുമ്പോൾ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മുടെ ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് വിട്ടുപോരും. എന്നിട്ട് അത് ഫ്രീ ചാർജ് ഏരിയസ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഏകദേശം ഈ ഫീൽഡ് ഒരു 3 × 10⁷ വോൾട്ട് പെർ മീറ്ററിൽ എത്തുമ്പോൾ ഇലക്ട്രോൺസ് ആ കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർസ് അവിടെ ക്രിയേറ്റ് ആവും. അപ്പൊ ആ സമയത്ത് എന്താ ഉണ്ടാവുക? റിവേഴ്സ് കറന്റ് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും. ഈ ഫിനോമിനയാണ് പറയുന്നത് സെനർ ബ്രേക്ക് ഡൗൺ. ഓക്കെ, ഇത് നിങ്ങളുടെ ഭാഷയിൽ അങ്ങോട്ട് എഴുതിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാം. പിന്നെ ഒരു പർട്ടിക്കുലർ ലെവലിനെക്കാട്ടിലും ഈ വോൾട്ടേജ് എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെക്കാട്ടിലും കൂടുതലായിട്ട് ഒരു വോൾട്ടേജ് അവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെനർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. അതായത് വോൾട്ടേജ് കൂട്ടി ഒരു പർട്ടിക്കുലർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന്റെ മുകളിലേക്ക് എത്തുമ്പോൾ ആ സെനർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് പിന്നെ വോൾട്ടേജിൽ വേരിയേഷൻ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ കാരണം തന്നെ ഇതാണ്. ഓക്കെ, ഇതിന്റെ VA ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. VA ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെനർ ബ്രേക്ക് ഡൗൺ. ഇവിടെ വോൾട്ടേജ്, ഇവിടെ കറണ്ട് പ്ലോട്ട് ചെയ്യുന്നു.
ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരിക. ഓക്കെ, ഇതാണ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ നടക്കുന്ന സ്ഥലം. ഈ റീജിയനാണ് സെന്റർ ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് മാതിരി ഈ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ, അതായത് സെനർ ഡയോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പോയിന്റ്, ഈ ഒരു ബ്രേക്ക് ഡൗൺ പോയിന്റിലേക്ക് എത്തുമ്പോൾ വോൾട്ടേജ് പിന്നെ കോൺസ്റ്റന്റ് ആവും, കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും. ഇതാണ് നമ്മളിവിടെ കണ്ടത്, കറണ്ട് ഇവിടെ ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്, വോൾട്ടേജ് ഇവിടെ എത്തുമ്പോൾ കോൺസ്റ്റന്റ് ആവുന്നു. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സെനർ ബ്രേക്ക് ഡൗൺ ചോദിക്കും. സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചോളൂ. വെൻ ദ ഡയോഡ് ഈസ് റിവേഴ്സ് ബയസ്ഡ്, the kinetic energy of the electrons increases and they move at a high velocity. The high velocity electrons collide with other atoms and give rise to free electrons. These free electrons in turn give rise to a high value of reverse saturation current. This is known as Zener breakdown. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയോഡ് റിവേഴ്സ് ബയസ് കണ്ടീഷനിലാവുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് കൂടുന്നു. അപ്പോൾ അതിനൊരു ഹൈ വെലോസിറ്റി അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസ് വേറെ അടുത്തുള്ള ഇലക്ട്രോണായിട്ടും കൊളീഷൻ നടന്നിട്ട് അവിടെ ഒരു ഫ്രീ ഇലക്ട്രോണിനെ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ദി ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഹൈ വാല്യൂ ഓഫ് റിവേഴ്സ് സാച്ചുറേഷൻ കറന്റിന് കാരണമാണ്. അതായത് കൊളീഷൻ നടന്നിട്ട് ഫ്രീ കാരിയേഴ്സ് ഉണ്ടാകുന്നു. ആ ഫ്രീ കാരിയേഴ്സിന്റെ മൂവ്മെന്റ് കാരണം ഒരു ഹൈ വാല്യൂ ഓഫ് റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ഫോം ആകുന്നു. ഇത്രയുള്ള സെനർ ബ്രേക്ക് ഡൗൺ. അത് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാം, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ എഴുതി വയ്ക്കാം. ഓക്കെ, ആശയം മനസ്സിലായല്ലോ. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ. ഓക്കെ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ, അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ. ഇപ്പോൾ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലൈറ്റ്ലി ഡോപ്ഡ് പി എൻ ജംഗ്ഷനിലാണ് നടക്കുന്നത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ സെനർ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് നമ്മൾക്ക് അറിയാലോ, അതൊരു ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള പി എൻ ജംഗ്ഷൻ്റെ ആണ് സെനർ എന്ന് പറയുന്നത്. ഇതൊരു ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. പിന്നെ അതിൽ സെനറിനെ പറയുമ്പോൾ ഇതിൽ വേറെ എന്താ ചെയ്യുന്നത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിക്വയർ ഹൈ വോൾട്ടേജ് ദാൻ സെനർ. അതായത് സെനറിനെക്കാട്ടിലും കൂടുതൽ വോൾട്ടേജ് ഇവിടെ റിക്വയർമെന്റ് ഉണ്ട്. പിന്നെ നമ്മളൊരു എക്സ്റ്റേണൽ റിവേഴ്സ് ബയസ്ഡ് വോൾട്ടേജ് ഇങ്ങനെ കൂട്ടി ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോൾ ഇലക്ട്രോൺ, അതായത് മൈനോറിറ്റി ചാർജ് കാരിയർ ആയിട്ടുള്ള ഇലക്ട്രോൺ, അതായത് പി റീജിയനിലുള്ള മൈനോറിറ്റി ചാർജ് കാരിയർ ആരാണ്? ഇലക്ട്രോൺ അല്ലേ. ആ ഇലക്ട്രോണിന് ഒരു കൈനറ്റിക് എനർജി കിട്ടിയിട്ട് അത് അതിന്റെ എൻ റീജിയൻ, അതായത് ഇലക്ട്രോൺസ് ഉള്ള റീജിയനിലേക്ക് ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. അപ്പോൾ ഈ ഹൈ വെലോസിറ്റി ഇലക്ട്രോണ് ഫ്രം പി റീജിയൻ കൊളൈഡ്സ് വിത്ത് ദ ഇലക്ട്രോൺസ് ഇൻ എൻ റീജിയൻ. അപ്പോൾ എന്താവും, അവിടെ ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ഇലക്ട്രോൺ ഇൻ പി റീജിയന് കിട്ടുന്ന കൈനറ്റിക് എനർജി നമ്മുടെ എൻ റീജിയനിലുള്ള ഇലക്ട്രോണിനെ അതിന്റെ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള ഇനഫ് ആയിട്ടുള്ള എനർജി ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ അവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ എൻ റീജിയനിലെ മൈനോറിറ്റി കാരിയേഴ്സ് ആരാണ്? നമുക്കറിയാം, ഹോൾസ് ആണ്. എൻ റീജിയനിലെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്, മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. അപ്പോൾ എൻ റീജിയനിലെ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് പി റീജിയനിലേക്ക് ഒരു കൈനറ്റിക് എനർജി മൂലം ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ അത് അവിടെ ചെന്നിട്ട് പി റീജിയനിലുള്ള ഹോൾസ് ആയിട്ട് കൊളൈഡ് ചെയ്യില്ലേ. ആ കൊളീഷൻ എന്ന് പറയുന്നത് അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് ആ ന്യൂക്ലിയറിന് പുറത്താക്കാൻ, അതായത് ഫ്രീ ചാർജ് കാരിയേഴ്സ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് ചെന്നിട്ട് അതിന്റെ റീജിയനിൽ ചെന്നിട്ട് കൊളൈഡ് ചെയ്ത് അവിടെ ഒരു ഫ്രീ ചാർജ് കാരിയേഴ്സ് ഉണ്ടാക്കുന്നു. ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അത് രണ്ട് റീജിയനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അപ്പോൾ അവിടെ ഒരു ചാർജ് കാരിയേഴ്സിന്റെ ജനറേഷനും കോമ്പിനേഷനും ഉണ്ടാകുന്നില്ല. അതിന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ പേരാണ് ഇമ്പാക്ട് അയണൈസേഷൻ. ഇത് നടന്നു നിൽക്കുമ്പോൾ അവിടെ ഒരു ഹൈ എമൗണ്ട് ഓഫ് റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ജനറേറ്റ് ആകുന്നു. അതിനെയാണ് ആ ഫിനോമിനെയാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് അവലാഞ്ച് ബ്രേക്ക് ഡൗണും സെനറും തമ്മിലുള്ള ഇത് പറയുമ്പോൾ സെനർ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യും, അവലാഞ്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും അതിന്റെ കേര വരുന്നത്, വി ഐ കേര വരുന്നത്. ഇത് സെനറിന്റെ ആണെന്നുണ്ടെങ്കിൽ
കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള BJT, കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ, പക്ഷെ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ഞാൻ പറയാം. BJT എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ് BJT. ഓക്കെ, അപ്പോൾ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഇതെന്ന് പറഞ്ഞാൽ ഒരു 3 ലെയർ സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. അതിന്റെ ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് NPN എന്നും ഉണ്ട്, അതുപോലെ PNP എന്നും ഉണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് NPN ആണ്. ഓക്കെ, NPN. ഓക്കെ, ഇതിനെന്ന് പറയുമ്പോൾ ഒരു എമിറ്റർ ഉണ്ടാവും, ഒരു ബേസ് ഉണ്ടാവും, ഒരു കളക്ടർ റീജിയൻ ഉണ്ടാവും. 3 റീജിയൻ ഉണ്ടാവും. എമിറ്റർ, ബേസ്, കളക്ടർ. ഇത് മൂന്നിന്റെയും ഡോപ്പിംഗ് ലെവല് വളരെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതിന് ഒരു റീസൺ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ഡിഫറൻസ് എന്താ നോക്കാം. എമിറ്റർ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവിലി ഡോപ്ഡ് ആണ്, അതായത് ഡോപ്പിംഗ് വളരെ കൂടുതലാണ്. ബേസ് എന്ന് പറയുമ്പോൾ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു മോഡറേറ്റ്ലി ഡോപ്ഡ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ആയിരിക്കും. ഇതെന്നൊരു മോഡറേറ്റ് ലെവല്. കളക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും, മോഡറേറ്റ്ലി ഡോപ്ഡ്. ഇതെന്ന് പറഞ്ഞാൽ ബേസ് എന്ന് പറയുമ്പോൾ ലൈറ്റ്ലി ഡോപ്ഡ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് കാരിയർ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എമിറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഡോപ്പിംഗ്. ഓക്കെ, ഹൈ ലെവൽ. ഇതൊക്കെ അല്ലേ. പിന്നെ ഇതിന്റെ വിഡ്ത്തിലും ഡിഫറൻസ് ഉണ്ട്. അതായത് കളക്ടർ എന്ന് പറയുമ്പോൾ വൈഡർ ആണ്, അതായത് കുറച്ചും കൂടെ വിഡ്ത്ത് കൂടുതലാണ് കളക്ടറിൽ എന്ന് പറയുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ കുറവാണ്. എമിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളക്ടറിനെക്കാട്ടിലും കുറച്ച് കുറവ്, പക്ഷേ ബേസിനെക്കാട്ടിലും കൂടുതൽ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടാവുക. എമിറ്റർ, ബേസ്, കളക്ടർ എന്നുള്ള രീതിയിൽ. ഓക്കെ, കളക്ടറിന്റെ വിഡ്ത്ത് കൂടുതലായിരിക്കും, ബേസിന് വളരെ കുറവായിരിക്കും, എമിറ്ററിന് അതിന്റെ രണ്ടിന്റെ ഇടയിൽ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും കളക്ടർ, വളരെ കുറവ് ഡോപ്പിംഗ് ചെയ്തതായിരിക്കും ബേസ്, വളരെ നല്ല രീതിയിൽ ഡോപ്പ് ചെയ്താണ് എമിറ്റർ. ഈ രണ്ടുപേരും ഒക്കെ അല്ലേ. കണ്ടക്ടിവിറ്റി കുറയുമ്പോൾ, അതായത് ഡോപ്പിംഗ് ലെവല് കുറയുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയില്ല. കണ്ടക്ടിവിറ്റി കുറയുമ്പോൾ എന്താ ഉണ്ടാവുക? റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അത് നമുക്കറിയാലോ, കണ്ടക്ടിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് അല്ലേ. പിന്നെ ഈ BJTനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇത് ബേസ്, പിന്നെ നമുക്ക് എമിറ്റർ ആയിട്ട് എടുക്കാം. എമിറ്ററിന്റെ ഒരു ഏരോ ഹെഡ് പുറത്തേക്ക് വരണം. ഓക്കെ, ഇത് NPN-ലാണെങ്കിലാണ് പുറത്തോട്ട്, PNP ആണെങ്കിൽ ഉള്ളോട്ട്. നമുക്ക് NPN ആണ് പഠിക്കേണ്ടത്, അതുകൊണ്ട് നമ്മൾ എമിറ്റർ പുറത്തേക്ക് ഏരോ ഇടുന്നു. ഓക്കെ, ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഓരോ ടൈപ്പ് നോക്കാം. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓപ്പറേഷൻസിൽ ഇതാണ് ഒരു ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് NPN ട്രാൻസിസ്റ്ററിൽ ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും, അതുപോലെ ഇവിടെ ഹോൾസ് ഉണ്ട്. പിന്നെ അതിനെ ഓവർകം ചെയ്തിട്ട് കുറച്ചെണ്ണം ഈ കളക്ടർ റീജിയനിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഈ എമിറ്റേഴ്സ് റീജിയൻ കാരണം ഉണ്ടാകുന്ന ഒരു കറണ്ടാണ് എമിറ്റർ കറണ്ട്. അത് ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ജംഗ്ഷൻ ഇതെന്ന് പറയുന്നത് ഫോർവേഡ് ബയസിലാണ്. ഓക്കെ, ഈ ബേസ് കളക്ടർ ജംഗ്ഷൻ എന്ന് പറയുന്നത്, ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ്ഡാണ്. ഈ ഫോർവേഡ് ബയസ് റീജിയനിലെ ഇവിടെ നിന്ന് എമിറ്റർ കറണ്ട് പുറത്തേക്ക് ഒഴുകും. ഓക്കെ, ഈ ബേസ് റീജിയണിൽ നിന്ന് ഉള്ളിലോട്ട് ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഇതിനെയാണ് ബേസ് കറണ്ട് എന്ന് പറയുന്നത്, IB. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു കറണ്ട് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ഈ കാരിയേഴ്സ് കാരണം ഉണ്ടാകുന്നതാണ് ഈ കറണ്ട് ഒക്കെ. ഈ കറണ്ടിനെയാണ് കളക്ടർ കറണ്ട് എന്ന് പറയുന്നത്, IC. അപ്പൊ ഈ IE എന്ന് പറയുന്നത് എന്താ? IB പ്ലസ് IC അല്ലേ. ഇതെന്ന് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC. ഓക്കെ, ഇതൊക്കെ അല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. IE ഈക്വൽ ടു IB പ്ലസ് IC. ഇവിടെ നമുക്കറിയാം ഹെവിലി ഡോപ്ഡ് ആണ്, അപ്പോൾ ആ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും ഹോളിലോട്ട്.
ഇവിടെ കുറച്ചെണ്ണം കമ്പൈൻ ആവും, കുറച്ചെണ്ണം ഇതിന്റെ അടുത്ത ഡിപ്ലീഷൻ ലെയറിനെ ബ്രേക്ക് ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോകാൻ ടെൻഡൻസി കാണിക്കും. അങ്ങനെ കുറച്ചെണ്ണം ഇപ്പുറത്തോട്ടും വരും. അപ്പോൾ ഇത് കാരണം ഉണ്ടാകുന്ന കറണ്ട്, അതായത് മൈനോറിറ്റി കറണ്ട് ബിറ്റ്വീൻ ബേസ് ആൻഡ് കളക്ടർ കാരണം ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ ICO അല്ലെങ്കിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുക അതിന്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, അതായത് ട്രാൻസിസ്റ്റർ ഇൻ ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ആസ് ആംപ്ലിഫയർ. ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷനിലുള്ള ട്രാൻസിസ്റ്ററിനെയാണ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറ്റർ ബേസ് ജംഗ്ഷനും ബേസ് കളക്ടർ ജംഗ്ഷനും ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ആക്റ്റീവ് മോഡിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബൈസ്ഡ് ആയിരിക്കും, ഫോർവേഡ് ബൈസ്ഡ്. ഓക്കെ, അതുപോലെ ബേസ് കളക്ടർ ജംഗ്ഷൻ എന്തായിരിക്കും, റിവേഴ്സ് ബൈസ്ഡ്. ഇതിനാണ് ആക്റ്റീവ് മോഡ് എന്ന് പറയുക. ഇതിലാണ് ട്രാൻസിസ്റ്ററിനെ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷനിലാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നതാണ് സാച്ചുറേഷൻ മോഡ് എന്ന് പറയും. എന്താണ് സാച്ചുറേഷൻ മോഡ്? സാച്ചുറേഷൻ മോഡിൽ രണ്ടും, അതായത് എമിറ്റർ ബേസ് ജംഗ്ഷനും ബേസ് കളക്ടർ ജംഗ്ഷനും, ഈ രണ്ടെണ്ണവും എന്തായിരിക്കും, ഫോർവേഡ് ബൈസിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അടുത്തതാണ് കട്ട് ഓഫ് മോഡ് എന്ന് പറയും. ഓക്കെ, കട്ട് ഓഫ് മോഡിൽ രണ്ടും എന്തായിരിക്കും, റിവേഴ്സ് ബൈസ്ഡ് ആയിരിക്കും. എമിറ്റർ ബേസും ബേസ് കളക്ടർ ജംഗ്ഷനും റിവേഴ്സ് ബൈസ്ഡ് ആയിരിക്കും. ഇതൊരു ഓക്കെ അല്ലേ? ഇനി അടുത്താണ് ഇൻവേഴ്സ് ആക്റ്റീവ് മോഡ് എന്ന് പറയുക, അല്ലെങ്കിൽ വേറൊരു പേരും കൂടെ പറയാം. പക്ഷേ ഇൻവേഴ്സ് ആക്റ്റീവ് മോഡ് എന്ന് വെച്ചാൽ, ഇൻവേഴ്സ് ആക്റ്റീവ് മോഡ് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറ്റർ ബേസ്, അതായത് ഇൻവേഴ്സ് ആക്റ്റീവ് മോഡിൽ എമിറ്റർ ബേസ് എന്ന് പറയുന്നത് റിവേഴ്സ് ബൈസ്ഡ് ആയിരിക്കും, ബേസ് കളക്ടർ എന്ന് പറയുന്നത് ഫോർവേഡ് ബൈസ്ഡ് ആയിരിക്കും. ഈ കണ്ടീഷൻ ഉണ്ടല്ലോ, സാച്ചുറേഷൻ മോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺ സ്വിച്ച് കണ്ടീഷൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ആയിട്ടുള്ള ഒരു സ്വിച്ച് ഇല്ലേ, അങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അറ്റുനുവേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെയാണ് ആപ്ലിക്കേഷൻ വരുന്നത് അതിന്. ഓക്കെ, ഇനി നമുക്ക് BJTയുടെ കോൺഫിഗറേഷൻസ് പഠിക്കാം. കൂടുതലും കമ്പയർ ദ കോൺഫിഗറേഷൻസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ കോൺഫിഗറേഷൻ ഓഫ് കോമൺ ബേസ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, അങ്ങനെ ചോദിക്കാം. അപ്പോൾ കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഇതിന് ഈ എമിറ്ററിനും കളക്ടറിനും കോമൺ ആയിരിക്കും ഇതിലെ ബേസ്. ഓക്കെ, ഈ എമിറ്ററിനും കളക്ടറിനും കോമൺ ആയിട്ടുള്ള രീതിയിൽ ബേസിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് കോൺഫിഗറേഷനെയാണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കണേ. കോമൺ ബേസ് കോൺഫിഗറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ചല്ലോ ആ ഡയോഡ്, അതങ്ങ് വരച്ചാൽ മതി. ഫോർവേഡ് ബൈസിലെ ആ ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേഷനിലെ ചിത്രം വരച്ചല്ലോ, ആ സാധനം വരച്ചാൽ മതി. ഈ കോമൺ ബേസിന്റെ കാര്യം വരുമ്പോൾ, അതായത് ബേസിലേക്ക് ഇവിടുന്ന് കറണ്ട് പോകുന്നു, കളക്ടർ കറണ്ട് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നു. പിന്നെ ഈ VE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ വോൾട്ടേജ് കണക്റ്റഡ് ടു VCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ വോൾട്ടേജ് കണക്റ്റഡ് ടു കളക്ടർ. VBE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. അതായത് ഈ ബേസിനും എമിറ്ററിനും ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു വോൾട്ടേജിനാണ് ബേസ് എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത്. ബേസും കളക്ടറിനും ഇടയിൽ ഉണ്ടാകുന്ന ഒരു വോൾട്ടേജിനെയാണ് കളക്ടർ ബേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു വലിയ കോൺസെപ്റ്റാണ് കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കറണ്ട് ഗെയിൻ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ടും ഇൻപുട്ട് കറണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ്. അത് ഇവിടെ ഔട്ട്പുട്ട് കറണ്ട് എന്താ, IC അല്ലേ. ബേസിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് എന്താ, IC. ഇൻപുട്ട് കറണ്ട് എന്താണ്, ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറ്റർ മൂലം ഉണ്ടാകുന്നത്, അതായത് IE. അപ്പോൾ ആൽഫ എന്ന് പറയുന്ന കറണ്ട് ഗെയിൻ എന്ന് പറയുമ്പോൾ IC/IE, അതായത് കോമൺ ബേസ് കോൺഫിഗറേഷനിലുള്ള കറണ്ട് ഗെയിൻ എന്ന് പറയുമ്പോൾ IC/IE, ഡെൽറ്റ IC/IE. ഇവിടെ ബേസ് എമിറ്റർ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത കോൺഫിഗറേഷൻ ആണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഇവിടെ നോക്ക്, ഈ എമിറ്ററും ബേസും ഇങ്ങോട്ട്, എമിറ്ററും കളക്ടറും ഇങ്ങോട്ട്. അപ്പോൾ ഇതിനിവിടെ കോമൺ ആയിട്ടുള്ളത് എമിറ്റർ റീജിയനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഇതിന് രണ്ടിനും കോമൺ ആയിട്ടില്ല, അതായത് ബേസിനും കളക്ടറിനും കോമൺ ആയിട്ട് എമിറ്ററിനെ വരയ്ക്കുക. ഓക്കെ, ഈ ഫിഗർ വരയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ കറണ്ട് ഗെയിൻ ഇതിനെ ബീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യും. ബീറ്റ എന്ന് പറയുമ്പോൾ എന്താ, ഡെൽറ്റ IC/ഡെൽറ്റ IB. അതായത് ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുമ്പോൾ
ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി. അതായത് ബേസ് കറന്റ് ആണ് ഇവിടെ ഇൻപുട്ട് കറന്റ്, ഉള്ളിലോട്ട് എൻ്റർ ചെയ്യുന്ന ഇൻപുട്ട് കറന്റ് ബേസ് കറന്റ് ആണ്, ലീവ് ചെയ്യുന്നത് കളക്ടർ കറന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. കോമൺ കളക്ടർ കോൺഫിഗറേഷനിൽ നമുക്ക് എപ്പോഴും അറിയാം എമിറ്റർ പുറത്തോട്ടാണ് എമിറ്റ് ചെയ്യുന്നത്. ഇവിടെ ബേസ് ഇവിടെ കോമൺ ആയിട്ട് എന്താ വരിക, കോമൺ ആയിട്ട് കളക്ടറാണ് വരിക. കളക്ടറിനെ ഇവിടെ വരയ്ക്കുക, ബേസും എമിറ്ററും ഇങ്ങനെ വരയ്ക്കുക. അങ്ങനെ ഫിഗർ വരച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഗെയിൻ എഴുതണം. ഇതിന്റെ ഗെയിൻ എന്താ വരിക, ഗാമ. ഗാമ എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഐ ഇ ബൈ ഡെൽറ്റ ഐ ബി. അതായത് ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ട് ആയിട്ടുള്ളത് എമിറ്റർ ആണ്, ഇൻപുട്ട് എന്ന് പറയുന്നത് ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഗാമ ഈക്വൽ ടു ഐ ഇ ബൈ ഐ ബി. ഇനി ഞാൻ നേരത്തെ പഠിപ്പിച്ച ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഐ ഇ ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി. അതെങ്ങനെ വരികയെന്ന് ഞാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു ഐ സി വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. ഐ ഇ ബൈ ഐ സി എന്ന് ചെയ്യുമ്പോൾ എന്താ, 1 ബൈ ആൽഫ ഇക്വേഷൻ. നമുക്കറിയാം ഐ സി ബൈ ഐ എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. അപ്പോൾ ഐ ഇ ബൈ ഐ സി എന്താ, 1 ബൈ ആൽഫ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ ഈക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിന്ന് ബീറ്റ വെച്ചിട്ട് ആൽഫ കണ്ടുപിടിക്കുമ്പോൾ ആൽഫ ബൈ 1 മൈനസ് ആൽഫ. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ. കോമൺ ബേസ്, കോമൺ എമിറ്റർ റിലേഷൻ ആണ് ഇപ്പോൾ ഇത്. ഇനി ഇതേപോലെ തന്നെ നമുക്കറിയാം ഗാമ ഈക്വൽ ടു ഐ ബൈ ഐ ബി അല്ലേ, ഇത് വെച്ച് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഐ സി പ്ലസ് ഐ എന്താ, ഐ ബി പ്ലസ് ഐ സി. ഇത് വെച്ച് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനൊരു സാധനം കിട്ടും. ഇതെന്താ, ബീറ്റ അല്ലേ, കറണ്ട് ഗെയിൻ ഇൻ കോമൺ ബേസ് കോൺഫിഗറേഷൻ. അപ്പം ബീറ്റ പ്ലസ് 1 ചെയ്താൽ ഗാമയും കിട്ടും. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് കിട്ടി. ഇത് വെച്ചിട്ട് ഗാമയും ആൽഫയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, പിന്നെ ചില സമയത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ സെഷനിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമൺ ബേസ്, കോമൺ കളക്ടർ, കോമൺ. ഇപ്പോൾ ഇത് കമ്പയർ ചെയ്യുക, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഗെയിൻ, കറണ്ട് ഗെയിൻ, ലീക്കേജ് കറണ്ട്. ഇത് നിങ്ങൾ ഈ ഒരു ലോ, ഹൈ, മീഡിയം അങ്ങനെ ഓർഡറിൽ എഴുതിയിട്ട് കമ്പയർ ചെയ്യാൻ പഠിക്കുക. അതെന്തായാലും അതുപോലെ വരും. അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാക്കി വെക്കാൻ പറ്റുന്നത് ആ രീതിയിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ എല്ലാവരും പക്കയായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.